ഈ മന്തി റൈസ് ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെട്ട കുട്ടികളാണെങ്കിൽ ഇതും ഇഷ്ടപ്പെടും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു റൈസ് ആണ്. ഇത് നമ്മൾ വെജിറ്റബിൾ ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആണ്. സെല്ല റൈസ് ആണ് ഇതിന് കൂടുതൽ നല്ലത്. 1/2 ഗ്ലാസ് റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 2 മണിക്കൂറായിട്ട് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറിയായിട്ട് എടുത്തിരിക്കുന്നത് മത്തങ്ങയും ക്യാരറ്റും ആണ്. കുറേശ്ശെ മതി. ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് ഒരു തക്കാളിയുടെ ഹാഫ് ആണ്. ഇത് 1/2 ഗ്ലാസ് റൈസ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു അളവിൽ എടുത്തത് കേട്ടോ. മുഴുപ്പ് വേണ്ടി മാത്രമാണ്. പിന്നെ ആ തക്കാളിയുടെ കൂടെ കുറച്ച് വെളുത്തുള്ളി, ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും കൂടി ഇടുന്നുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ച് അരച്ചെടുക്കണം. ഇനി നെയ്യ് ഒഴിച്ചിട്ട് നമ്മളെല്ലാ മസാലകളും ഇടുന്നുണ്ട്. ചെറിയ ജീരകം, മല്ലി, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂക്കുമ്പോഴത്തേക്ക് ഒരു പകുതി ചെറിയ സവാള അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. സവാള ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം കൂടി ഇടുന്നുണ്ട്. ഞാൻ കുറച്ച് ഗ്രീൻ പീസും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു മാഗി ക്യൂബാണ്. ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് അതിന്റെ ഒരു 1/4 ഭാഗമാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്. ഇടുന്നതുകൊണ്ട് എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന തക്കാളി പേസ്റ്റിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് അരി ഇടണം. അരി വെള്ളം പോകാനായിട്ട് നല്ല രീതിയിൽ വാർത്ത് വെക്കണം. അങ്ങനെ അരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം, ഞാൻ എടുത്തത് 1/2 കപ്പ് അരിയാണ്, അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതായത് അരിയുടെ ഇരട്ടി വെള്ളം വേണം നമ്മൾ ഇതിനകത്ത് ഒഴിക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുക. എന്നിട്ട് തിള വരുമ്പോഴത്തേക്ക് അടച്ചു വെക്കുക. അടച്ചു വെച്ച ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. റൈസ് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ ഡ്രൈ ആയിട്ട് വരും. അപ്പൊ നമുക്ക് സലാഡിന്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസ് ആണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണേ, ഉറപ്പായിട്ടും ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.